പൊന്നുരുളിയിലേക്ക് എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ബിരിയാണി ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും. നല്ല കിടിലൻ ഒരു പനീർ ദം ബിരിയാണിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം. ബിരിയാണിക്കായി കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് കൈമ റൈസ് കഴുകി വെള്ളം ഊറ്റി വെക്കുന്നു. കുതിർക്കേണ്ട ആവശ്യമില്ല. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കുറേശ്ശെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒരു ചെറുനാരങ്ങ, നെയ്യ് എന്നിവയും തയ്യാറാക്കി. ആദ്യത്തെ പ്രോസസ്സ് അരി വേവിക്കുകയാണ്. റൈസ് ടു വാട്ടർ റേഷ്യോ എന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നിങ്ങനെയാണ്. അരി മെഷർ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ വെള്ളവും എടുക്കുക. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3 കപ്പിൽ ഒരല്പം താഴെ നിന്നാലും കുഴപ്പമില്ല, കൂടിപ്പോകരുത്. പാത്രത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പൈസസും 1 മുറി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ചൂടാക്കുന്നു. ഇതോടൊപ്പം അരിക്ക് ആവശ്യമായ ഉപ്പും ചേർക്കാൻ മറക്കരുത്. വെള്ളം നല്ലപോലെ ചൂടായി എന്നാൽ വെട്ടിത്തിളയ്ക്കുന്നതിന് മുൻപായി അരി ചേർക്കുക. അരിയിട്ട് ചെറുതായി തവി കൊണ്ടൊന്ന് ഇളക്കി അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുന്നു. അരിയൊന്ന് വെന്തു തുടങ്ങി വെള്ളം അധികം കാണാത്ത ഘട്ടത്തിൽ തീ ലോയിലേക്ക് മാറ്റുക. ക്യൂബ്സായി കട്ട് ചെയ്ത 1/2 കിലോ പനീറിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം ചിക്കൻ മസാലപ്പൊടി, 1 നുള്ളു ഗരം മസാല എന്നിവ നന്നായി തേച്ച് പിടിപ്പിച്ച് ഏകദേശം അരമണിക്കൂറോളം മാറ്റിവെക്കുന്നു. അതേസമയം ചെറുതീയിൽ അടച്ചു വേവിച്ചുകൊണ്ടിരുന്ന കൈമ അരി 1/4 വേവെത്തിയിരിക്കുന്നു. ഇനി തീ ഓഫാക്കാം. അരി ഉടഞ്ഞോ കുഴഞ്ഞോ പോവാതെ ചെറുതായി അടി ചേർത്തൊന്ന് ഇളക്കുന്നത് നല്ലതാണ്. ഇനി പനീർ ദം ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2-3 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു മാറ്റുന്നു. അതേ എണ്ണയിൽ 2 ചെറിയ സവാള തീരെ ഖനം കുറച്ചരിഞ്ഞതും വറുക്കുന്നു. ബിരിയാണിയുടെ മുകളിൽ ഇടാനുള്ള സവാളയാണിത്. സവാള ഇങ്ങനെ വറുക്കുമ്പോൾ ഉപ്പ് ചേർക്കരുത്. പിന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യവുമില്ല. ആദ്യം ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രം ഇളക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുത്തു മാറ്റാം. പാത്രത്തിൽ എണ്ണ കുറവാണെങ്കിൽ ഒരല്പം എണ്ണയോ നെയ്യോ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കറുവാപ്പട്ടയുടെ ചെറിയൊരു കഷ്ണവും ഇടുന്നു. എന്നിട്ട് 4 ചെറിയ സവാള ഖനം കുറച്ചരിഞ്ഞതും ചേർത്ത് ഉപ്പുമിട്ട് നല്ലപോലെ വഴറ്റുന്നു. സവാള ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റാം. ഇത്രയും സാധനങ്ങളൊന്ന് വഴണ്ട ശേഷം അതിലേക്ക് 2 തക്കാളിക്ക് ചെറുതായി അരിഞ്ഞതും 3-4 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് വീണ്ടും ഇളക്കി വഴറ്റുന്നു. ഇതിൽ ചേർക്കാനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കുറച്ച് വലുതായാണ് അരിഞ്ഞിരിക്കുന്നത്. വഴന്നു വരുന്ന മസാലയിലേക്ക് അല്പം വലുതായി അരിഞ്ഞ 2 ക്യാരറ്റും 1 പിടി ബീൻസും കൂടി ചേർക്കുന്നു. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി വഴറ്റുന്നു. ചെറുതാക്കി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും രണ്ടും ചേർന്ന് 1 പിടി, അതും ഇട്ട് പൊടികൾ ചേർക്കാം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു ഗരം മസാല, ഏകദേശം 1-1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തൈര് കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി ഇതിൽ ചേർക്കാനുള്ള പച്ചക്കറികൾ വലിപ്പത്തിലരിഞ്ഞ ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസുമാണ്. രണ്ടും ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ചെറുതായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വേവിച്ചിട്ടുണ്ട്. ഒരുപാട് വേവിക്കുന്നില്ല. ഈ വെജിറ്റബിൾസ് അതിൻ്റെ വെള്ളത്തോടുകൂടി, ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ ഒരല്പം ഊറ്റി മാറ്റി കുറച്ച് വെള്ളത്തോടുകൂടി ഇതിലേക്ക് ചേർക്കുന്നു. മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് എല്ലാം വളരെ സാവകാശത്തിൽ ഉടഞ്ഞു പോവാതെ പതിയെ ഇളക്കി യോജിപ്പിക്കുന്നു. ഉപ്പിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. പനീറിൽ ഉപ്പിട്ടതാണ്, അരിയിലും ഉപ്പിട്ടാണ് വേവിച്ചത്. കൂടാതെ പച്ചക്കറിയിലും ഉപ്പ് ചേർത്തതാണ്. കുറവാണെങ്കിൽ ഒരല്പം ചേർക്കുക. മസാലയിൽ ചെറിയൊരു ഗ്രേവി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. തീരെ ഡ്രൈ ആയി ഇരിക്കരുത്. ഇനി ദം ചെയ്യുന്ന സമയമാണ്. മസാല തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെ സ്ഥലമുണ്ടെങ്കിൽ ചോറും ഇട്ട് ഒന്നായി ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് പകുതി മസാല മറ്റൊരു പാത്രത്തിലേക്കിട്ട് 2ആയി ബിരിയാണി ദം ചെയ്യാൻ പോവുകയാണ്. ചോറിൽ കട്ടകളുണ്ടെങ്കിൽ അത് ഉടച്ച ശേഷം വേണം ബിരിയാണിയുടെ മുകളിൽ ലെയർ ചെയ്യാൻ. ചോറ് ലെയർ ചെയ്ത് അതിന് മുകളിലായി വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പിന്നെ പുതിനയില എന്നിവ വിതറുന്നു. ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് തരുന്ന ഓപ്ഷണലായ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേവ്ഡ വാട്ടർ. ബിരിയാണിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന രംഭയില അഥവാ പാൻഡൻ ലീവ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു എസൻസ് ആണിത്.
അതും 2 ടീസ്പൂൺ ബിരിയാണിയുടെ മുകളിൽ ഒന്ന് തളിക്കുന്നു. ഇനി മറ്റൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇളം ചൂട് പാലിൽ അല്പം മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും കൂടി കലക്കി ബിരിയാണിയുടെ മുകളിൽ ഒഴിക്കുന്നു. ഇതെല്ലാം ഒഴിച്ച ശേഷം ബിരിയാണിയുടെ പാത്രം അടച്ച് സ്റ്റീം ഒട്ടും പുറത്തു പോവാതെ എല്ലാ ഹോളുകളും കവർ ചെയ്തു എന്നുറപ്പുവരുത്തി 30 മുതൽ 40 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. ദോശക്കല്ല് അടുപ്പിൽ വെച്ച് അതിന് മുകളിലാണ് ഞാൻ പാത്രങ്ങൾ വെച്ച് ദം ചെയ്തത്. 30 മിനിറ്റ് ദം ചെയ്ത് 10 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് ഞാൻ ബിരിയാണിയുടെ പാത്രങ്ങൾ തുറന്നത്. വിശപ്പില്ലാത്തവർക്ക് കൂടി വിശപ്പ് വരുത്തുന്ന അത്യുഗ്രൻ സുഗന്ധവുമായി നല്ല ഒന്നാന്തരം പനീർ ദം ബിരിയാണി ഒട്ടും അടുക്കി പിടിക്കാതെ പാകത്തിന് വെന്ത് തയ്യാറായിരിക്കുന്നു. ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ പാകത്തിന് വെന്തു, എന്നാൽ തീരെ ഉടഞ്ഞു പോകുന്ന പരുവമല്ല താനും. ചോറും പെർഫെക്റ്റായി വെന്തിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയും നല്ല നിറവും എല്ലാമുള്ള അധികം ഓവർ പവറിംഗ് ആയ മസാലകളൊന്നുമില്ലാത്ത അടിപൊളി പനീർ ദം ബിരിയാണി നിങ്ങളേവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.